സക്സസ് ഫയലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 50 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സിലബസ് എല്ലാം ഒരുവിധം പഠിച്ചു തീർന്നിട്ടുള്ളവർ ഇതൊരു റിവൈസ് ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. കാരണം ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം 2 സെക്കൻഡ് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ആൻസർ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. KN രാജ്. KN രാജ് ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ആണ് ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത്. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത്? സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത്? സാന്തോഫിൽ. സാന്തോഫിൽ ആണ് സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. സോഡ വെള്ളത്തിലെ ലീനം ഏത്? സോഡ വെള്ളത്തിലെ ലീനം ഏത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് സോഡ വെള്ളത്തിലെ ലീനം. പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ. പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ. നർത്തകി നടരാജ്. നർത്തകി നടരാജ് ആണ് പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. ലൈസോസോം. ലൈസോസോം ആണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആര്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആര്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്. ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേരാണ് ആംബ്ലിയോപ്പിയ. തുരിശിന്റെ രാസനാമം എന്ത്? തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്നതാണ് തുരിശിന്റെ രാസനാമം. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ആണ് വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഫിറമോൺ. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫിറമോൺ. കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേര്. കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേര് ഹ്യൂമറസ്. കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേരാണ് ഹ്യൂമറസ്. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത്
ബുലന്ദ് ദർവാസ, ബുലന്ദ് ദർവാസ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. പെഡോളജി, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം, പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. ദീപിക, പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഫ്രാങ്കോയി മാർട്ടിൻ, ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു, വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. അയഡോപ്സിൻ, വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത്, ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത്. കാന്തള്ളൂർ ശാല, ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ, ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ. ആഗ്നേയ ശിലകൾ, ആഗ്നേയ ശിലകളാണ് ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം, ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം, ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം. ഹൈഡ്രജൻ, ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം. മാർഷ് ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാർഷ് ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ആഴ്സനിക്, ആഴ്സനിക്കിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് മാർഷ് ടെസ്റ്റ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മാൾവ, ചോട്ട, നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ഏത്? മാൾവ, ചോട്ട, നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ഏത്? ചുവന്ന മണ്ണ്. മാൾവ, ചോട്ട, നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായത് ചുവന്ന മണ്ണ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് 1907 മാഡം ഭിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗട്ട്? ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് 1907 മാഡം ഭിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗട്ട്? ജർമ്മനി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം, ചൗരി ചൗര സംഭവം. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം, മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. മറയൂർ, മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. ആർ ശങ്കർ, ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആര്? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആര്? എസ്.കെ. പൊറ്റക്കാട്, എസ്.കെ. പൊറ്റക്കാടാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം, ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ഹിന്ദ് സ്വരാജ്, ഹിന്ദ് സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം, ത്വക്കിനെ കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി, ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ഗുരുശിഖർ ഏത് മലനിരകളുടെ ഭാഗമാണ്? ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ആരവല്ലി. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ആരവല്ലി. കൊങ്കണി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? കൊങ്കണി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഇൻഡോ ആര്യൻ. കൊങ്കണി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഇൻഡോ ആര്യൻ.
ഏതു സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ? ഏതു സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ? ഒഡീഷ. ഒഡീഷയിലെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? മയിൽ. ചൂലന്നൂർ സങ്കേതം മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. മയിൽ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിക്കപ്പെട്ടത് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ്. അരവിന്ദ ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര്? ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര്? ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയാണ് ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ? വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ? 25 സെന്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികൾ. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികൾ. ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേര് അധോസഭ. ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അധോസഭ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത്. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരമാണ് കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.